ഇതാണ് ബി ജെ പി. ചാതുർവർണ്ണയത്തിൻ്റെ കാവൽക്കാരാണ്. ചാതുർവർണ്ണ്യം ബ്രാഹ്മണരുടെ മേധാവിത്വത്തെ അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്ന ആശയമാണ്. ആ ആശയത്തിന് ആദിവാസിയെ വെറുപ്പാണ്. ആ ആശയത്തിന് ദളിതരെ വെറുപ്പാണ്. ആ ആശയത്തിന് പിന്നോക്കക്കാരെ ഭയമാണ്. അതെല്ലാം കൊണ്ടാണ് സുരേഷ് ഗോപിമാർ ഇങ്ങനെ പറയുന്നത്. കൽപ്പതയില്ല. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാം നിങ്ങളെ. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടന്നു അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെയും പക്ഷേ രാഷ്ട്രത്തിലെ ഒന്നാമത്തെ വനിതയെ കണ്ടില്ല. അതൊക്കെ ഒഴിവാക്കി നിർത്തും. ആദിവാസികളെയും സ്ത്രീകളെയും ഒന്നും വിധവകളെയും ഒന്നും എവിടെയും പുറത്ത് കാണിച്ചുകൂടാ. അവിടെയെല്ലാം ഒഴിവാക്കണം എന്നൊരാശയത്തിൻ്റെ പുറകെ പോകുന്ന പാർട്ടിയാണ് ബി ജെ പി. ആ ബി ജെ പിയുടെ ഒരു സഹമന്ത്രി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പറയും, മുമ്പേ ഗമിക്കുന്ന ഗോപുതൻ്റെ മുമ്പേ ഗമിക്കുന്നു ബഹുഗോക്കളല്ല. മോദി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത അതേ വഴിയിൽ കൂടി സുരേഷ് ഗോപിയും ഇപ്പോൾ പോകുന്നു. വേറൊരു മന്ത്രി, മറ്റൊരു സഹമന്ത്രി, കേരളത്തിലെ മന്ത്രി, ആ മന്ത്രി പറയുന്നു കേരളം പറയണം പോലും വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമാണ്, ആരോഗ്യത്തിൽ പിന്നോക്കമാണ്, സാമൂഹ്യക്ഷേമത്തിൽ പിന്നോക്കമാണ്, എല്ലാത്തിലും പിന്നോക്കമാണെന്ന് പറഞ്ഞാൽ സഹായിക്കുന്ന കാര്യം നോക്കാമെന്ന് പറയുന്നു. ഞങ്ങൾ കേരളം പറയുന്നു മനസ്സില്ല. ഓരോ മന്ത്രിമാർ ഭരണഘടനയെ മാനിക്കാത്തവർ, അതിൻ്റെ അർത്ഥമറിയാത്തവർ ഓരോന്നല്ല കൽപ്പിക്കുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കാൻ നേരമില്ല, മനസ്സില്ല എന്നായിരിക്കും കേരളത്തിൻ്റെ മറുപടി. അതുകൊണ്ട് ബി ജെ പിയുടെ യഥാർത്ഥമായ മുഖം കേരളം കാണുകയാണ്, ജനം കാണുകയാണ്. ഇതേപ്പറ്റി കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ മൗനം പാലിക്കാൻ പാടില്ല. അഭിപ്രായം പറഞ്ഞേ തീരുള്ളൂ. നാളെ സംസ്ഥാനം മുഴുവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനപ്രകാരം എല്ലാ തലങ്ങളിലും പ്രതിഷേധ പ്രസ്ഥാനമുണ്ടായിരിക്കും. ഒപ്പം തന്നെ സുരേഷ് ഗോപി പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ്, ഒരു തരത്തിൽ വേർതിരിവ് ഉണ്ടാവരുത് എന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് സുരേഷ് ഗോപി. അത് പിൻവലിച്ച് മാപ്പിരക്കട്ടെ. ബാക്കി പിന്നെ പറയാം. മാപ്പിരക്കണം. പരസ്യമായിട്ട് പിൻവലിച്ച് മാപ്പിരുന്നാൽ അപ്പോൾ പറയാം. എത്ര പിൻവലിച്ചാലും രാജ്യം കേട്ടതാണ് ചാതുർവർണ്ണത്തിൻ്റെ കുഴലൂത്തുകാരായ, അങ്ങനെ ചൂട്ടുപിടിക്കുന്ന, മനുസ്മൃതിയുടെ പിന്നാലെ പായുന്ന ആ പാർട്ടിയും അതിലെ പ്രധാനമന്ത്രിയും അതിലെ മന്ത്രിയും എല്ലാം ഇതൊക്കെ പറഞ്ഞാൽ നമുക്കാർക്കും അത്ഭുതമില്ല. ഞാൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി രാഷ്ട്രപതി അപമാനിച്ചു. അപമാനത്തിന് കാരണം രാഷ്ട്രപതി ആദിവാസി ആയതുകൊണ്ടാണ്, സ്ത്രീ ആയതുകൊണ്ടാണ്, വിധവയായതുകൊണ്ടാണ്. ആ മോദിയുടെ പുറകെ പോകുന്ന സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നു ഈ വകുപ്പൊന്നും ഏൽപ്പിക്കേണ്ടത് ആദിവാസിയല്ല ബ്രാഹ്മണന്മാരെയാണെന്ന്. എനിക്കൊന്നും പറയാനില്ല. ബിനോയ് വിശ്വം CPI നേതാവിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹം പറയുന്നത് സംസ്ഥാന വ്യാപകമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെതിരായി പ്രതിഷേധവുമായി, സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തും. ജോർജ് കുര്യൻ്റെ ബജറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിനെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശം, ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ 2 പരാമർശങ്ങൾ, ഒന്ന് ബജറ്റ്, മറ്റൊന്ന് പ്രധാനപ്പെട്ട പരാമർശം ഈ ട്രൈബൽ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഈ രണ്ടിലുമാണ് ഇപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടത്.